ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. വരൂ. ഫാത്തിമാൻ്റെ ഉമ്മയല്ലേ? ഇരിക്കും. ഓക്കെ. ഫാത്തിമാനെ കുറിച്ച് കുറേ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അവളുടെ മാർക്ക്. അവൾ ഒട്ടും പഠിക്കുന്നില്ല. പിന്നെ ഇതിവിടെ സൈന്യം കൂടി ഒന്ന് ഇടൂ. 100-10 മാർക്കോ? അവൾ ഇത്രയും മോശമാണെന്ന് അറിഞ്ഞില്ല. അവൾ റൂമിൽ വാതിലടച്ച് പഠിക്കാമെന്നാണ് എൻ്റെ വിചാരം. അവൾ എപ്പോഴും റൂമിൽ പോയി വാതിലടച്ച് പഠിക്കും എന്നാണ് അവൾ പറയാറുണ്ട്. മിസ് ഓക്കെ. അപ്പോൾ ഇതിൽ കൂടെ അവളുടെ പഠിപ്പിൻ്റെ ഇതറിയാലോ. പിന്നെ ഇത് എത്രാമത്തെ പാരൻറ് മീറ്റിംഗ് ആണെന്ന് അറിയോ? ഇത് ബാക്കിയുള്ള കുട്ടികളുടെ പാരൻറ് വന്നിട്ടില്ല. കാരണം നിങ്ങൾ ഇതുവരെയുള്ള പാരൻറ് മീറ്റിങ്ങിൽ വരാത്തതുകൊണ്ടാണ്. ഇത് പിന്നെ ഇത് 4th പാരൻറ് മീറ്റിംഗ് ആണ്. നിങ്ങളെന്താ ഇതുവരെയുള്ള പാരൻറ് മീറ്റിങ്ങിൽ വരാത്തത്? അതിനിത് 4th പാരൻറ് മീറ്റിംഗ് ആണോ? ഞാനിതുവരെ അറിഞ്ഞില്ല. ഫാത്തിമ ഒന്നും വീട്ടിൽ വന്ന് പറയാറില്ല. പോരാത്തതിന് എന്താണ് മിസ് ഗ്രൂപ്പ് മെസ്സേജും കൂടി ഇടണ്ടേ? അപ്പോൾ ഫാത്തിമ ഒന്നും കാണിച്ചു കൊടുക്കാറില്ലേ? ഗ്രൂപ്പിലൊക്കെ ഞാൻ കൃത്യമായി മെസ്സേജ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഫോൺ നോക്കാൻ അറിയില്ലേ? പിന്നെ ഇത് ആരുടെ ഫോൺ നമ്പർ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ളത്? ഫാത്തിമ അമ്മക്കൊന്നും കാണിച്ചു കൊടുക്കാറില്ല ഗ്രൂപ്പിൽ അയച്ചിരുന്നത്? ടീച്ചറെ എനിക്കറിയില്ല. എൻ്റെ ഒരു ചെറിയൊരു ഫോണാണ്. അപ്പോൾ ഇവളാണ് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജും ഇവളൊന്നും എനിക്ക് കാണിച്ചു തരില്ല. പിന്നെ ഇവള് മൊത്തം ഫോണും വെച്ച് കുത്തിയിരിക്കുകയാണ്. പിന്നെ വെച്ച് ഇവളെ വെറുതെ എത്ര പ്രാവശ്യം പഠിക്കുക പറയും. പിന്നെ വാതിലുള്ളിൽ പിന്നെ അവളുടെ റൂമിൻ്റെ ഉള്ളിൽ പോയി ഫോൺ കളിക്കുക ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന അത്രയും ഇവള് മൊത്തം അനുസരിക്കാണ്ട ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞതിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ട് ഇവ ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും മിസ്? ഫാത്തിമ, നീ ഉമ്മ പറയുന്നത് കേൾക്കാറില്ലേ? കണ്ടോ ഉമ്മ എത്ര സങ്കടത്തോടെയാണ് ഇതെല്ലാം പറയുന്നത്. എൻ്റെ കയ്യിൽ പുറത്ത് ഇത്ര ഫീസ് തന്നതല്ലേ നീ പഠിക്കുന്നത് സ്കൂളിൽ. ഇക്കാലം നമുക്കൊരു സ്വന്തം കളി നിൽക്കണമെങ്കിൽ ഒരു ജോലി വേണം. നമ്മൾ പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണം നമ്മുടെ പാരൻസിനെ നമ്മൾ നോക്കേണ്ടത്. അത് നിനക്കറിയില്ല. ഞങ്ങൾ എത്ര ക്ലാസ്സിൽ പറയും. ഓരോ കുട്ടി പഠിക്കാണ്ട് വരുമ്പോഴും ഈ ഒരു കാരണം ഞങ്ങൾ എല്ലാ കുട്ടികളും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു ബോധം വേണ്ടേ? അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മോനെ നീ പറയുന്നത് നിൻ്റെ അമ്മ പറയുന്നത് എന്താണോ അത് നീ അനുസരിക്കണം. ഫോൺ നോക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നോക്കുമ്പോൾ ഫോൺ നോക്കാനൊരു സമയം, കളിക്കാനൊരു സമയം, പഠിക്കാനും ഒരു സമയം നീ കണ്ടെത്തിയിട്ട് വേണം നീ കളിക്കലും പഠിക്കലും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കും കൂടിയുള്ളൊരു ഇൻഫോർമേഷനാണ് കേട്ടോ കേസ് ഇത്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് ഇടും. അപ്പോൾ നീ പഠിച്ച് എല്ലാ കുട്ടികളെയും കാട്ടി ഫുൾ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും നീ നന്നായിട്ട് പഠിച്ച് നീ കോപ്പി അടിക്കാണ്ട് എഴുതണം. കാരണം എന്താണ്, നമ്മൾ ഒരാളുടെ നോക്കി എഴുതി വെച്ചാൽ എന്താണ് അയാൾ പഠിച്ച് എഴുതും. ചിലപ്പോൾ അയാൾ തെറ്റാണ് നമ്മളും കൂടി ആ തെറ്റല്ലേ എഴുതി വെക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അയാൾ തെറ്റാണ് പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ അയാളുടെ കൂടി ഇരുന്ന് പഠിച്ചു വെച്ചാൽ നമ്മൾ അയാളുടെ തെറ്റ് തന്നെ നമ്മളും പഠിക്കാൻ പോകണം. അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇന്നുള്ള ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ മിസ്. അപ്പോൾ ഇന്നത്തോടെ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാം മിസ്. ഇന്നത്തോടെ ഫോണൊന്നും നോക്കില്ല. ഫോൺ നോക്കാനുള്ള മിസ് പറഞ്ഞല്ലോ, സമയം കണ്ടെത്തി പഠിക്കാനുള്ള സമയം കണ്ടെത്തി ഞാൻ പഠിച്ചോളാം. പിന്നെ അതാടെ മിസ്മാർ തരുന്ന സബ്ജക്റ്റെല്ലാം ഞാൻ പഠിച്ചോളാം മിസ്. താങ്ക് യു മിസ്.